കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈസിയായി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തരുന്നു. അതിന് കാരണം ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസിൻ്റെ സൈസ് കുറവാണ്. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസിൽ വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്. നമുക്ക് ആദ്യം എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റൽ അയോൺ അത് അമോണിയ മോളിക്യൂളുമായി കൂടിച്ചേരുന്നു എന്ന് കരുതുക. കൊബാൾട്ടിന് വേക്കൻ്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. ആ കൊബാൾട്ട് അയോണിൻ്റെ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് അമോണിയയിൽ നിന്നുമുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. നമുക്കറിയാം നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചാണ് അമോണിയയും കൊബാൾട്ട് അയോണും തമ്മിൽ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു മെറ്റൽ ആറ്റം അല്ലെങ്കിൽ മെറ്റൽ അയോൺ അതിലേക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആനയോൺസ് കോർഡിനേറ്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അഥവാ കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഇത്തരം കോംപ്ലക്സസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കോർഡിനേഷൻ കെമിസ്ട്രി. നമുക്ക് ആദ്യം കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഡബിൾ സോൾട്ട് എന്നാൽ രണ്ട് സിമ്പിൾ സോൾട്ട്സ് കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടാണ്. ഉദാഹരണമായി പൊട്ടാഷാലം അല്ലെങ്കിൽ കാർണലൈറ്റ്. കാർണലൈറ്റ് എന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല KCl MgCl2 6H2O എന്നാണ്. ഇവിടെ എഴുതിയ കോമ്പൗണ്ട് CONH3 6 ടൈംസ് 3 പോസിറ്റീവ്. കാർണലൈറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായും അയോണൈസ് ചെയ്യുന്നു. ഇത് സോൾഡ് സ്റ്റേറ്റിൽ അതിന് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അക്വസ് മീഡിയത്തിൽ പൂർണ്ണമായി അയോണൈസ് ചെയ്യുന്നു. ഇതിൽ നിന്നും K പോസിറ്റീവ്, Cl നെഗറ്റീവ്, Mg2 പോസിറ്റീവ്, 2Cl നെഗറ്റീവ് എന്നിങ്ങനെ അയോൺസ് കിട്ടുന്നു. എന്നാൽ കോർഡിനേഷൻ കോംപ്ലക്സിന് സോൾഡ് സ്റ്റേറ്റിലും അക്വസ് മീഡിയത്തിലും അതിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. അക്വസ് മീഡിയത്തിൽ ഇതൊരിക്കലും പൂർണ്ണമായി കൊബാൾട്ട് അയോണായും അമോണിയ മോളിക്യൂൾസായും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. കോർഡിനേഷൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഏതാനും ടേംസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു മെറ്റൽ ആറ്റത്തിലേക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള ന്യൂട്രൽ മോളിക്യൂൾ അല്ലെങ്കിൽ ആനയോൺസിൽ നിന്നും ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നു. ഇങ്ങനെ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തെയും അതിനെ സറൗണ്ടിങ് ആയിട്ടുള്ള ആ ന്യൂട്രൽ മോളിക്യൂൾ അല്ലെങ്കിൽ ആനയോണിനെയും ഒരുമിച്ച് കോർഡിനേഷൻ എൻറ്റിറ്റി എന്നാണ് പറയുന്നത്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നത് CONH3 6 ടൈംസ് എന്നതാണ്. സോ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നാൽ അവിടെ ഒരു മെറ്റൽ ആറ്റവും അതിനെ സറൗണ്ടിങ് ആയിട്ടുള്ള ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആനയോൺസുമാണ്. നമ്മൾ പലപ്പോഴും കോർഡിനേഷൻ എൻറ്റിറ്റി സൂചിപ്പിക്കുമ്പോൾ ആ കോർഡിനേഷൻ എൻറ്റിറ്റിക്കുള്ള ചാർജ് കൂടി റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചാർജ് കൂടി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ കോർഡിനേഷൻ സ്പിയർ എന്നാണ് പറയുന്നത്. ഇതിന് ടോട്ടൽ ചാർജ് 3 പോസിറ്റീവാണ്. സോ ഇവിടെ കോർഡിനേഷൻ സ്പിയർ എന്നത് CONH3 6 ടൈംസ് 3 പോസിറ്റീവ് എന്നതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ രണ്ട് ടേമും പരസ്പരം ഒരേ അർത്ഥത്തിൽ സൂചിപ്പിക്കാറുണ്ട്. ഇനി ഒരു കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ രണ്ട് പാർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മെറ്റൽ ആറ്റം, ആ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ ആ മെറ്റൽ അയോണിലേക്ക് നിയർ ബൈ ആയിട്ടുള്ള ആറ്റംസിൽ നിന്നും ആറ്റംസ് കോർഡിനേറ്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ മെറ്റൽ ആറ്റത്തെ അല്ലെങ്കിൽ മെറ്റൽ അയോണിനെ സെൻട്രൽ മെറ്റൽ അയോൺ എന്നാണ് പറയുന്നത്. ഈ സെൻട്രൽ മെറ്റൽ അയോൺ സറൗണ്ടിങ് ആയിട്ടുള്ള ആ ന്യൂട്രൽ മോളിക്യൂളിൽ നിന്നും അല്ലെങ്കിൽ ആനയോണിൽ നിന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കും. അതുകൊണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം ഒരു ലൂയിസ് ആസിഡാണ്.
സാധാരണ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റമായി ആക്ട് ചെയ്യുന്നത്. ആ സെൻട്രൽ മെറ്റൽ ആറ്റവുമായി കോർഡിനേറ്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്യുന്ന ന്യൂട്രൽ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആനയോൺസിനെ ലിഗാൻഡ്സ് എന്നാണ് പറയുന്നത്. ഈ കോമ്പൗണ്ടിൽ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ദെൻ 6 അമോണിയ മോളിക്യൂളുണ്ട്, അവയാണ് ലിഗാൻഡ്സായി ആക്ട് ചെയ്യുന്നത്. കൺസിഡർ അനദർ കോമ്പൗണ്ട് NiCO4 ടൈംസ്. ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം നിക്കലാണ്. ഇവിടുത്തെ ലിഗാൻഡായി ആക്ട് ചെയ്യുന്നത് CO, അത് 4 ഉണ്ട്. നമുക്ക് ലിഗാൻഡ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കും. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സെൻട്രൽ മെറ്റലിലേക്ക് ലിഗാൻഡ് ആറ്റം ഒരു ഡോണർ ആറ്റത്തിലൂടെ മാത്രമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് നൈട്രജൻ ആറ്റം വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായി ലിഗാൻഡ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡോണർ ആറ്റത്തിലൂടെ മാത്രമാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അത്തരം ലിഗാൻഡ്സിനെ യൂണിഡെൻഡേറ്റ് അഥവാ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്നാണ് പറയുന്നത്. ലിഗാൻഡ്സിൽ ഒന്നാമത്തെ തരമാണ് യൂണിഡെൻഡേറ്റ് അഥവാ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ്. നമുക്ക് പഠിക്കാനുള്ള മിക്കവാറും ലിഗാൻഡ്സ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ഇവിടെ NH3, അതിൽ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ നൈട്രജൻ ആറ്റം വഴിയാണ് ലിങ്ക് ചെയ്യുന്നത്. സോ NH3 എന്നത് ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. വേറൊരു എക്സാമ്പിൾ H2O. നമുക്കറിയാം ഓക്സിജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ ആറ്റം വഴിയാണ് സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നത്. സോ H2O ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ദെൻ Cl നെഗറ്റീവ്, ഇവിടെ ക്ലോറിൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതും ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. കൺസിഡർ അനദർ ലിഗാൻഡ് CH3 എന്നാൽ ഈഥെയ്ൻ ആണ്. ഈഥെയ്നിലെ ഹൈഡ്രജൻ ആറ്റം ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് അവിടെ അമിനോ ഗ്രൂപ്പ് വരുന്നു, NH2. ഈ കോമ്പൗണ്ടിന്റെ പേര് ഈഥെയ്ൻ 1,2 ഡൈ അമീൻ എന്നാണ്. 2 കാർബൺ ആറ്റം. സോ ഈഥെയ്ൻ ആണ്. ഈഥെയ്നിലെ 1,2 കാർബൺ ആറ്റം അമിനോ ഗ്രൂപ്പുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. സോ ഇതിന്റെ പേര് ഈഥെയ്ൻ 1,2 ഡൈ അമീൻ എന്നാണ്. ഇത് ഒരു ലിഗാൻഡ് ആണ്. ഇതിന് സെൻട്രൽ മെറ്റൽ ആറ്റവുമായി 2 ഡോണർ ആറ്റംസിലൂടെ ലിങ്ക് ചെയ്യാനായി സാധിക്കും. 2 നൈട്രജൻ ആറ്റത്തിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് 2 നൈട്രജൻ ആറ്റത്തിലൂടെയും ഒരേ സമയം സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 2 ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ലിഗാൻഡ്സിനെ വിളിക്കുന്നത് ബൈ ഡെൻഡേറ്റ് ലിഗാൻഡ് അഥവാ ഡൈ ഡെൻഡേറ്റ് ലിഗാൻഡ് എന്നാണ്. ഡൈ ഡെൻഡേറ്റ് ലിഗാൻഡ് അഥവാ ബൈ ഡെൻഡേറ്റ് ലിഗാൻഡ്. ഡൈ ഡെൻഡേറ്റ് ലിഗാൻഡിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈഥെയ്ൻ 1,2 ഡൈ അമീൻ എന്നാണ്. നമ്മൾ പലപ്പോഴും അതിന് ഷോർട്ടായിട്ട് ഈൻ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അതുപോലെ വേറൊരു ലിഗാൻഡ് പരിഗണിക്കുക, ഓക്സലേറ്റ്. നിങ്ങൾക്കറിയാം ഓക്സാലിക് ആസിഡ് എന്നാൽ COH എന്നാണ്. ഇവിടെ ഓക്സാലിക് ആസിഡിലെ ഹൈഡ്രജനെ H+ ആയി റീപ്ലേസ് ചെയ്താൽ കിട്ടുന്നത് COO നെഗറ്റീവ് എന്നാണ്. ഈ ഓക്സലേറ്റ് അയോണിനും 2 ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇതും ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. സോ ഓക്സലേറ്റ് അയോൺ ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇതിൻ്റെ ഫോർമുല ഷോർട്ടായി C2O4 2 നെഗറ്റീവ് എന്നാണ് എഴുതുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക,
ഡൈഡെൻഡേറ്റ് ലിഗാൻഡിൽ 2 ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യാനായി സാധിക്കും. വേറെ ചില ലിഗാൻഡ്സിൽ 2-ലധികം ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മോർ ദാൻ 2 ഡോണർ ആറ്റംസിലൂടെയാണ് സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അത്തരം ലിഗാൻഡ്സിനെ വിളിക്കുന്നത് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്നാണ്. പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അതിന് ഒരു എക്സാമ്പിൾ EDTA ആണ്, എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. പേര് ശ്രദ്ധിക്കുക, EDTA അഥവാ എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനായി പഠിക്കണ്ട. നമ്മൾ ആദ്യം ഈഥെയ്ൻ 1,2 ഡയമീൻ കണ്ടിരുന്നു. ഇതിലെ 2 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യുന്നു. അവിടെ അസറ്റിക് ആസിഡ് ഗ്രൂപ്പ് വരികയാണെന്ന് കരുതുക. CH3COO നെഗറ്റീവ്, സോറി CH2COO നെഗറ്റീവ്, CH2COO നെഗറ്റീവ്. ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യുന്നു. CH2COO നെഗറ്റീവ്, CH2COO നെഗറ്റീവ്. ഇവിടെ ഓക്സിജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. EDTAക്ക് 1, 2, 3, 4, 5, 6 ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. നമ്മളിവിടെ കണ്ടിരുന്നു യൂണിഡെൻഡേറ്റ് ലിഗാൻഡിൽ 1 ഡോണർ ആറ്റത്തിലൂടെയാണ് സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നത്. ഡൈഡെൻഡേറ്റ് ലിഗാൻഡിൽ 2 ഡോണർ ആറ്റംസിലൂടെയാണ് ലിങ്ക് ചെയ്യുന്നത്. പോളിഡെൻഡേറ്റ് ലിഗാൻഡിൽ 2-ൽ കൂടുതൽ ഡോണർ ആറ്റംസിലൂടെ ലിങ്ക് ചെയ്യുന്നു. അപ്പം എത്ര ഡോണർ ആറ്റംസിലൂടെയാണോ ലിങ്ക് ചെയ്യുന്നത്, നമ്മൾ ആ നമ്പറിനെ ആ ലിഗാൻഡിൻ്റെ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. സോ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഡെൻസിറ്റി 1 ആയിരിക്കും. ഡൈഡെൻഡേറ്റ് ലിഗാൻഡിൽ ഡെൻസിറ്റി 2 ആയിരിക്കും. EDTAയിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത വേറൊരു ലിഗാൻഡ് പരിഗണിക്കുക, SCN നെഗറ്റീവ്. ഇത് അറിയപ്പെടുന്നത് തയോസയനേറ്റോ ലിഗാൻഡ് എന്നാണ്. തയോസയനേറ്റോ ലിഗാൻഡ്. ഇവിടെ സൾഫർ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചാണ് സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നത്. സൾഫർ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നു. ഇത് ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഈ ലിഗാൻഡിന് വേറൊരു കോംപ്ലക്സിൽ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചും ലിങ്ക് ചെയ്യാനായി സാധിക്കും. നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചും ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ലിഗാൻഡ് അറിയപ്പെടുന്നത് ഐസോതയോസയനേറ്റോ എന്നാണ്. ഇവിടെ സെയിം ലിഗാൻഡ് 2 ഡിഫറെൻറ്റ് കേസിൽ 2 ഡിഫറെൻറ്റ് ഡോണർ ആറ്റംസിലൂടെ ലിങ്ക് ചെയ്യുകയാണ് എങ്കിൽ അത്തരം ലിഗാൻഡ്സിനെ വിളിക്കുന്നത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്നാണ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഇവിടെ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ് ഇവ. പക്ഷേ 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിൽ 2 ഡിഫറെൻറ്റ് ഡോണർ ആറ്റംസിലൂടെ ആയിരിക്കും സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നത്. അത്തരം ലിഗാൻഡ്സ് ആണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്നറിയപ്പെടുന്നത്. തയോസയനേറ്റോയും ഐസോതയോസയനേറ്റോയുമാണ് ഒരു എക്സാമ്പിൾ. വേറൊന്ന് നൈട്രേറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നൈട്രസ് ആസിഡിൽ നിന്നുമാണ് നൈട്രൈറ്റ് അയോൺ ഉണ്ടാകുന്നത്. ഇവിടെ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് സെൻട്രൽ മെറ്റലുമായിട്ട് ലിങ്ക് ചെയ്യാം. അതേപോലെ തന്നെ നൈട്രൈറ്റിൽ ഓക്സിജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചും സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യാം. ഒന്നാമത്തെ കേസിൽ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് നൈട്രിറ്റോ എൻ എന്നാണ്. ഇവിടെ ഓക്സിജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചാണ് ലിങ്ക് ചെയ്യുന്നത്.
അതിനെ നമ്മൾ നൈട്രേറ്റോ ഓ എന്നാണ് വിളിക്കുന്നത്. നാലാമത്തെ നമ്മൾ കണ്ടത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇത് ശരിക്ക് യൂണിഡെൻഡേറ്റ് ലിഗാൻഡിലെ ഒരു വിഭാഗം തന്നെയാണ്. നമ്മൾ ഡൈഡെൻഡേറ്റ് അതുപോലെ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് കണ്ടു. ഇവിടെ സെൻട്രൽ മെറ്റലുമായി ഒന്നിലേറെ ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ലിഗാൻഡ് ഒന്നിലേറെ ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്താൽ അവിടെ റിംഗ് ലൈക്ക് സ്ട്രക്ചറുള്ള കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. അത്തരം ലിഗാൻഡ്സിനെ വിളിക്കുന്നത് കീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്നാണ്. കീലേറ്റിംഗ് ലിഗാൻഡ്സ് ഇവ ഒന്നിലേറെ ഡോണർ ആറ്റംസിലൂടെ സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ റിംഗ് ലൈക്ക് സ്ട്രക്ചർ കിട്ടുന്നു. അത്തരം ലിഗാൻഡ്സിനെ കീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ കീലേറ്റിംഗ് ലിഗാൻഡ്സ് ഉള്ള കോർഡിനേഷൻ കോംപ്ലക്സസ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് ആ പ്രോപ്പർട്ടിയെ കീലേറ്റ് എഫക്റ്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. സോ കീലേറ്റിംഗ് ലിഗാൻഡ്സിന് എക്സാമ്പിൾ ഡൈഡൻഡേറ്റ് ലിഗാൻഡായ ഈഥെയ്ൻ 1,2 ഡയമീൻ, അതുപോലെ ഓക്സലേറ്റ് അയോൺ, ദെൻ പോളിഡെൻഡേറ്റ് ലിഗാൻഡായ EDTA എന്നിവയാണ്. നമ്മൾ ആദ്യത്തെ കോംപ്ലക്സ് കണ്ടിരുന്നു, CO NH3 6 ടൈംസ് 3 പോസിറ്റീവ്. ഇതാണ് ഈ കോംപ്ലക്സിലെ കോർഡിനേഷൻ സ്പിയർ. ഇവിടെ ഈ കോർഡിനേഷൻ സ്പിയറിന് 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. സെൻട്രൽ മെറ്റൽ കൊബാൾട്ട് ആണ്, NH3 ആണ് ലിഗാൻസ്. ഈ കോർഡിനേഷൻ കോംപ്ലക്സിൽ ഇതിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യാനായി കൂടെ അയോൺസ് വരാം. ഇവിടെ 3 പോസിറ്റീവ് ചാർജാണ്. ആ ചാർജ് ബാലൻസ് ചെയ്യാനായി 3 ക്ലോറൈഡ് അയോൺ കാണാം. ഇങ്ങനെ ഒരു കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യാനായി കൂടെ വരുന്ന ആ അയോണിനെ കൗണ്ടർ അയോൺ എന്നാണ് പറയുന്നത്. ഇവിടെ ക്ലോറൈഡ് ഒരു കൗണ്ടർ അയോൺ ആണ്. സോ കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യാനായി കൂടെ വരുന്ന ആ അയോണിനെ കൗണ്ടർ അയോൺ എന്ന് പറയുന്നു. നമ്മളിവിടെ കണ്ടു ഈ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റം 6 ഡോണർ ആറ്റംസുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ അയോൺ എത്ര ഡോണർ ആറ്റംസുമായാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിനെ കോർഡിനേഷൻ നമ്പർ എന്നാണ് പറയുന്നത്. ഇവിടെ കൊബാൾട്ട് 6 NH3 മോളിക്യൂളുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 6 നൈട്രജൻ ആറ്റവുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവിടെ കൊബാൾട്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അടുത്ത ടേം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർഡിനേഷൻ നമ്പറാണ്. The total number of donor atoms to which the central metation linked through the coordinate bond. കോർഡിനേറ്റ് ബോണ്ട് വഴി ടോട്ടൽ എത്ര ആറ്റംസുമായാണോ സെൻട്രൽ മെറ്റൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. കൺസിഡർ അനദർ കോംപ്ലക്സ്, സേ NiCO 4 ടൈംസ്. ഇവിടെ നിക്കല് 4 കാർബൺ മോണോക്സൈഡ് ലിഗാൻഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. സോ കോർഡിനേഷൻ നമ്പർ 4 ആണ്. മോസ്റ്റ് കോമൺ ആയ കോർഡിനേഷൻ നമ്പേഴ്സ് 4ഉം 6ഉം ആണ്. കൺസിഡർ അനദർ കേസ്, COEN 3 ടൈംസ് 3 പോസിറ്റീവ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 ലിഗാൻഡ്സ് മാത്രമേ ഉള്ളൂ. ബട്ട് ഡീറ്റെയിൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈഥെയ്ൻ 1,2 ഡയമീൻ എന്ന് പറയുന്നത് ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇവിടെ കൊബാൾട്ട് 6 ഡോണർ ആറ്റംസുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഈഥെയ്ൻ 1,2 ഡയമീൻ എന്നുള്ള ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ടാണ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ 3 × 2 = 6 ആണ്. കൺസിഡർ അനദർ കേസ്, CO C2O4 3 ടൈംസ് 3 നെഗറ്റീവ്. ഇത് ഓക്സലേറ്റ് അയോൺ ആണ്. ഇതും ഒരു ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. സോ മൊത്തം 6 ഡോണർ ആറ്റംസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർഡിനേഷൻ നമ്പർ 3 × 2 =
6. നമുക്ക് എക്സാമിന് കോർഡിനേഷൻ നമ്പർ കണ്ടെത്താനും ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ അയോണിനെ തിരിച്ചറിയാനും ഏതൊക്കെയാണ് ലിഗാൻഡ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുമുള്ള ചോദ്യം വരാറുണ്ട്. നമ്മൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ നെയിം എഴുതുമ്പോൾ സാധാരണ ആ സെൻട്രൽ മെറ്റൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഈ കോംപ്ലക്സ് CuNH3 6 ടൈംസ് 3 പോസിറ്റീവ് എന്നാണ്. നമുക്കിവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഫസ്റ്റ് ഇയർ പഠിച്ച റൂൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ഇതിന് X എന്ന് കൊടുക്കുക, ദെൻ ഇതിന് 0 എന്ന് കൊടുക്കുക. അങ്ങനെ ഓരോ സ്പീഷീസിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതി ഫൈനലായി സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ പറ്റും. പേരെഴുതുമ്പോൾ ആ സെൻട്രൽ മെറ്റലിൻ്റെ പേരിന് ശേഷം ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ സൂചിപ്പിക്കാറുണ്ട്. സോ ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 3 ആണ്. സോ നെയിം എഴുതുമ്പോൾ റോമൻ 3 എന്നുകൂടി നമ്മൾ കൊബാൾട്ടിൻ്റെ കൂടെ എഴുതാറുണ്ട്. കൺസിഡർ 2 കോംപ്ലക്സസ് CuNH3 6 times 3 positive and CuNH3 4 times Cl2 1 പോസിറ്റീവ്. ഫസ്റ്റ് കോംപ്ലക്സിൽ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ, അമോണിയാണ് ലിഗാൻഡ്സ്. രണ്ടാമത്തെ കോംപ്ലക്സിൽ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ, 4 അമോണിയ ലിഗാൻഡ്സ് ഉണ്ട്, ഒപ്പം 2 ക്ലോറൈഡ് അയോൺസും ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കോംപ്ലക്സിൽ ഓൺലി 1 കൈൻഡ് ഓഫ് ലിഗാൻഡ് ഈസ് പ്രസൻറ്റ്. അതേസമയം രണ്ടാമത്തെ കോംപ്ലക്സിൽ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഈസ് പ്രസൻറ്റ്. അങ്ങനെ ഒരു തരം ലിഗാൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം കോംപ്ലക്സിനെ വിളിക്കുന്നത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്നാണ്. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്, ദ കോംപ്ലക്സസ് വിച്ച് കണ്ടെയ്നിങ് ഓൺലി 1 കൈൻഡ് ഓഫ് ലിഗാൻഡ്. ഒരു തരം ലിഗാൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നു. അതേസമയം ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട്. അങ്ങനെ മോർ ദാൻ 1 ടൈപ്പ് ലിഗാൻഡ്സ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഹെറ്റീറോലെപ്റ്റിക് കോംപ്ലക്സ് എന്നാണ്. ഹെറ്റീറോലെപ്റ്റിക് കോംപ്ലക്സ്. ഫസ്റ്റ് വൺ ഒരു ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്, ഇവിടെ ഒരു തരം ലിഗാൻഡ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഹെറ്റീറോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്, കാരണം ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട്. ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സെൻട്രൽ മെറ്റലും അതിന് ചുറ്റുമുള്ള ലിഗാൻഡ്സ് കൂടി ചേർന്ന് ഒരു പ്രത്യേക ജോമെട്രി ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കൊബാൾട്ടും അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള 6 അമോണിയ മോളിക്യൂൾസും കൂടി ചേർന്ന് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ മെറ്റലും ലിഗാൻഡും കൂടി ചേർന്ന് എന്ത് ജോമെട്രിയാണോ കിട്ടുന്നത് അതിനെ നമ്മൾ കോർഡിനേഷൻ പോളിഹെഡ്രൺ എന്നാണ് പറയുന്നത്. ഇവിടെ കോർഡിനേഷൻ പോളിഹെഡ്രൺ എന്ന് പറയുന്ന ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോർഡിനേഷൻ പോളിഹെഡ്രൺ എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൺ ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ അതിന് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ അവിടെ സ്ക്വയർ പ്ലാനാർ അതുപോലെ ടെട്രാഹെഡ്രൽ എന്നീ 2 ജോമെട്രി പോസിബിൾ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. അടുത്തതായി എങ്ങനെയാണ് കോർഡിനേഷൻ കോംപ്ലക്സിനെ നെയിം ചെയ്യുന്നത്? IUPAC നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. നമ്മൾ കോംപ്ലക്സിനെ നെയിം ചെയ്യുന്ന വിധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കോംപ്ലക്സ് തന്നാൽ അതിൻ്റെ പേര് എഴുതാനേ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ആദ്യം IUPAC റൂൾസ് ആണ് പഠിക്കുന്നത്. റൂൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട, അത് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. സോ കോർഡിനേഷൻ കോംപ്ലക്സിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? കോർഡിനേഷൻ കോംപ്ലക്സ് നെയിം ചെയ്യുമ്പോൾ ആദ്യം കാറ്റയോണിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓൾവേസ് കാറ്റയോൺ ഈസ് നെയിംഡ് ഫസ്റ്റ്. നിങ്ങൾക്ക് സാധാരണ കോമ്പൗണ്ട്സ് പരിചയമുണ്ട്. സോഡിയം ക്ലോറൈഡ്, ഇവിടെ Na പോസിറ്റീവും Cl നെഗറ്റീവും ആണ്. ഇതിൻ്റെ നെയിം പറയുമ്പോൾ നമ്മൾ ആദ്യം കാറ്റയോണായ സോഡിയം അയോണിൻ്റെ പേരാണ് പറയുന്നത്, അതിനുശേഷമാണ് ആനയോണിൻ്റെ പേര് പറയുന്നത്. അതേപോലെ
കോർഡിനേഷൻ കോമ്പൗണ്ടിലും കാറ്റയോണിൻ്റെ പേര് പറഞ്ഞതിന് ശേഷമാണ് ആനയോണിൻ്റെ പേര് പറയുന്നത്. അടുത്തതായി കോർഡിനേഷൻ പോളിഹെഡ്രൻ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്? കൺസിഡർ CONH3 6 times 3 positive. Another one CONH3 6 times Cl2 1 പോസിറ്റീവ്. ഒരു കോർഡിനേഷൻ പോളിഹെഡ്രൻ നെയിം ചെയ്യുമ്പോൾ ആദ്യം ലിഗാൻഡിൻ്റെ പേരാണ് പറയുന്നത്, അതിനുശേഷം സെൻട്രൽ മെറ്റലിൻ്റെ പേരും. ഇവിടെ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് അമോണിയയാണ്. ആദ്യം അമോണിയയുടെ പേര് പറയുന്നു, അതിനുശേഷമാണ് സെൻട്രൽ മെറ്റലായ കൊബാൾട്ടിൻ്റെ പേര് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻസ് ഉണ്ട് എങ്കിൽ ആ ലിഗാൻസിൻ്റെ CONH3 4 times Cl2 എന്നാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻസ് ഉണ്ട് എങ്കിൽ അവയുടെ പേര് എല്ലായ്പ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പറയേണ്ടത്. നമ്മൾ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എപ്പോഴും ഫോർമുലയിൽ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ലിഗാൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ കോംപ്ലക്സിൽ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ. അമോണിയ എന്ന് പറയുന്ന ലിഗാൻഡ് 4 എണ്ണം ഉണ്ട്. ക്ലോറൈഡ് എന്ന് പറയുന്ന ലിഗാൻഡ് 2 എണ്ണം ഉണ്ട്. ആദ്യം നമ്മൾ ലിഗാൻസിൻ്റെ പേര് പറയണം. ആദ്യം അമോണിയയുടെ പേര്, അതിനുശേഷം ക്ലോറൈഡിൻ്റെ പേര്, അതിനുശേഷമാണ് സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയുന്നത്. നമുക്ക് അടുത്തതായി എങ്ങനെയാണ് ലിഗാൻസിനെ നെയിം ചെയ്യുന്നത് എന്ന് നോക്കാം. ലിഗാൻസ് നെയിം ചെയ്യുമ്പോൾ അവ ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ അവയുടെ പേര് അങ്ങനെ തന്നെ പറയാൻ പറ്റും. എന്നാൽ അവ ആനയോൺസ് ആണെങ്കിൽ O എന്ന ലെറ്ററിലാണ് പേര് അവസാനിപ്പിക്കേണ്ടത്. നമുക്ക് ബോർഡിൽ ശ്രദ്ധിക്കാം. NH3 അമോണിയ ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. അതിൻ്റെ പേര് അമീൻ എന്നാണ് IUPAC നോമൻക്ലേച്ചറിൽ ഉപയോഗിക്കുന്നത്. H2O ന്യൂട്രൽ ലിഗാൻഡാണ്, അക്വ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് CO കാർബണിൽ എന്നാണ് ലിഗാൻഡിൻ്റെ പേര്. ദെൻ CH2 NH2 2 times ഈഥൈൻ 1,2 ഡൈ അമീൻ. ആ പേര് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനിയുള്ള ലിഗാൻസ് ആനയോൺസ് ആണ്. ഇവിടെ ലാസ്റ്റ് ലെറ്റർ O ചേർക്കണം. ഇത് ക്ലോറൈഡ് അയോണാണ്. അവസാനം ക്ലോറൈഡ് E എന്നാണ് വരുന്നത്. അതൊരു വവ്വൽ സൗണ്ടാണ്. ആ ലെറ്റർ മാറ്റി O ചേർക്കുന്നു. സോ ഇതിൻ്റെ നെയിം ക്ലോറിഡോ എന്നാണ്. അടുത്തത് ഹൈഡ്രോക്സി ആണ്. Y എന്നാണ് ഹൈഡ്രോക്സി അവസാനിക്കുന്നത്. അതൊരു വവ്വൽ സൗണ്ട് ആയതുകൊണ്ട് Y മാറ്റി O ചേർക്കുന്നു. സോ ഹൈഡ്രോക്സോ എന്നാണ്. Cn നെഗറ്റീവ് ലിഗാൻഡിൻ്റെ പേര് സയനോ. SCN നെഗറ്റീവ് സൾഫർ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ തയോസൈനേറ്റോ. NCS നെഗറ്റീവ് നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചാണ് ലിങ്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഐസോ തയോസൈനേറ്റോ. ഇത് കാർബണേറ്റ് അയോണാണ്. ഈ മാറ്റുന്നു. സോ കാർബണേറ്റോ. ഇത് സൾഫേറ്റ് അയോണാണ്. ഈ മാറ്റുന്നു. സൾഫേറ്റോ. അടുത്തത് ഓക്സലേറ്റ് അയോണാണ്. സോ ഓക്സലേറ്റോ എന്നാണ് ആ ലിഗാൻഡിൻ്റെ പേര് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ IUPAC നെയിം എഴുതുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് ലിഗാൻസ് ഒന്നിലേറെ ഉണ്ട് എങ്കിൽ അവയുടെ പേര് പറയുന്നതിന് മുമ്പായി ഡൈ, ട്രൈ, ടെട്ര, പെൻഡ തുടങ്ങിയ പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കണം. ഉദാഹരണം ശ്രദ്ധിക്കുക. CONH3 6 times 3 പോസിറ്റീവ് ആൻഡ് CONH3 4 times Cl2 1 പോസിറ്റീവ്. ഇവിടെ 6 അമീൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെക്സാ അമീൻ എന്നാണ് ഈ ലിഗാൻഡിൻ്റെ പേര് പറയേണ്ടത്. അമീൻ എന്ന പേരിന് മുമ്പ് ഹെക്സ എന്ന പ്രിഫിക്സ് ചേർക്കുന്നു. ഇവിടെ അമോണിയ 4 എണ്ണമുണ്ട്, ക്ലോറിഡ് 2 എണ്ണമുണ്ട്. അതുകൊണ്ട് ടെട്രാ അമീൻ ഡൈ ക്ലോറിഡോ എന്നാണ് പേര് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ പരിഗണിക്കുന്ന ആ ലിഗാൻഡിൽ കൺസിഡർ നമുക്ക് ഈൻ എന്ന ലിഗാൻഡ് പരിചയമുണ്ട്. ഇതിൻ്റെ പേര്
ഈഥെയ്ൻ 1,2 ഡൈ അമീൻ എന്നാണ്. ലിഗാൻഡിൻ്റെ പേരിൽ തന്നെ ഒരു ന്യൂമറിക്കൽ പ്രിഫിക്സ് ഡൈ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എണ്ണം സൂചിപ്പിക്കാനായി ഡൈ, ട്രൈ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ബിസ്, ട്രിസ് തുടങ്ങിയ പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ഇവിടെ ഈഥെയ്ൻ 1,2 ഡൈ അമീൻ 3 എണ്ണമാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ട്രൈ എന്ന വാക്ക് പറയുന്നതിന് പകരം ട്രിസ് എന്ന വാക്കാണ് വേണ്ടത്. സോ ലിഗാൻഡിൻ്റെ പേര് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത് ട്രിസ്. ഇനി ഉള്ള പേര് നമ്മൾ ബ്രാക്കറ്റിലാണ്. ട്രിസ് ഈഥെയ്ൻ 1,2 ഡൈ അമീൻ എന്നാണ് ലിഗാൻഡിൻ്റെ പേര് വരുന്നത്. അടുത്ത റൂള്, നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സ് നെയിം ചെയ്യുമ്പോൾ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണോ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റോമൻ അക്കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. ഫസ്റ്റ് കേസിൽ കൊബാൾട്ട് 3 പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ആ കോമ്പൗണ്ടിൻ്റെ നെയിം എഴുതുമ്പോൾ കൊബാൾട്ട് എന്ന പേരിന് ശേഷം റോമൻ അക്കത്തിൽ 3 എന്നുകൂടി സൂചിപ്പിച്ചിരിക്കണം. ലാസ്റ്റ് റൂള് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 2 തരം കോംപ്ലക്സ് ഉണ്ട്. ചില കോംപ്ലക്സസിൽ ഇവിടെ ആ കോംപ്ലക്സസ് ഒന്നുകിൽ കാറ്റയോൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം. ഒന്നാമത്തെ കേസ് ഒരു കാറ്റയോൺ ആണ്. വേറെ ഒരെണ്ണം NiCO4 ടൈംസ്, ഇത് ന്യൂട്രൽ മോളിക്യൂളാണ്. കോംപ്ലക്സ് അയോൺ ഒരു കാറ്റയോണോ അതല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂളോ ആണെങ്കിൽ നമ്മൾ ആ കോംപ്ലക്സിൻ്റെ പേര് അതേ രീതിയിൽ തന്നെ അവസാനിപ്പിക്കുന്നു. സ്പെഷ്യൽ എൻഡിങ് ഒന്നും ഇല്ല. ഈ കോംപ്ലക്സിൻ്റെ പേര് നമുക്ക് കൊബാൾട്ട് 3 എന്ന് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇവിടെ ന്യൂട്രലാണ്, അതുകൊണ്ട് നിക്കൽ 0 എന്ന് നമുക്ക് പേര് അവസാനിപ്പിക്കാൻ സാധിക്കും. അതേസമയം ചില കോംപ്ലക്സിൽ ആ കോംപ്ലക്സ് അയോൺ ആനയോൺസ് ആയിരിക്കാം. ഉദാഹരണം ശ്രദ്ധിക്കുക, FeCN6 ടൈംസ് Na3FeCN6 ടൈംസ്, ഇവിടെ 3 നെഗറ്റീവാണ്. കോംപ്ലക്സ് അയോൺ ഒരു ആനയോൺ ആയതുകൊണ്ട് അതിൻ്റെ പേര് നമ്മൾ അവസാനിപ്പിക്കുന്ന അയൺ എന്നല്ല, അതിന് പകരം ATE എന്ന സഫിക്സ് കൂടി ചേർക്കണം. നമ്മളിവിടെ ഈ മെറ്റലിൻ്റെ ലാറ്റിൻ നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫെറം. സോ ഫെറൈറ്റ് എന്നാണ് പേര് അവസാനിപ്പിക്കേണ്ടത്.